Good morning. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, all. Prayer പറഞ്ഞോ ട്ടോ. Yes, ma'am. Good morning, ma'am. Good morning, dear friends. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി കാണും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ്റെ കയ്യിലും നന്മയായി നീ കടന്നിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. താങ്ക് യു മാം. സാമിൻ പറഞ്ഞോ ട്ടോ. Sandy and thought of the day. Thought of the day ഞാൻ പറയാമോ? Live as if you were to die tomorrow. Learn as if you were to live forever. ഗാന്ധിജി. Okay. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന നേഴ്സ് അല്ലേ? Yes, ma'am. നമ്മൾ ഇമോഷൻസ് അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ആയിരുന്നു. അഫെക്ഷൻ കഴിഞ്ഞു തോന്നുന്നു. തമ്പിളി ഹ്യൂമർ കഴിഞ്ഞു. അത് ഫിയർ വരെയും കഴിഞ്ഞോ? ആങ്കർ ആണോ ഇനി എടുക്കാനുള്ളത്? എടുത്തു. ഹാപ്പിനെസ്സോ സാഡ്നെസ്സോ? എല്ലാം എടുത്തു. അതൊക്കെ സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ് വരെയല്ലേ? ലവ് ആൻഡ് സെക്യൂരിറ്റി സോഷ്യൽ ഇമോഷണൽ വരെയും കഴിഞ്ഞിട്ടുണ്ട്. സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ് വരെയും കഴിഞ്ഞിട്ടുണ്ട്. അതെ അതെ. ഹൈറാർക്കി ഓഫ് നീഡ്സ്. ആദ്യമാണ് ഹൈറാർക്കി ഓഫ് നീഡ്സ്? എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യമാണ് എബ്രഹാം മാസ്ലോ. ഓക്കെ, നോക്കാം. ലവ് ആൻഡ് സെക്യൂരിറ്റി വരെയാണ് എടുത്തത്. അല്ല മാം, സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ് വരെ എടുത്തിരുന്നു. ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. നിങ്ങൾ ആദ്യം തന്നെ ഈ ഇമേജിലേക്ക് നോക്കുക കേട്ടോ. ആ ഒരു ട്രയാങ്കിൾ പോലത്തെ ആ ഒരു ഇമേജിലേക്ക് നോക്കി. നമ്മൾ എബ്രഹാം മാസ്ലോയുടെ നീഡ്സ് നമ്മൾ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നീഡാണ് ഫിസിയോളജിക്കൽ നീഡ്. അതെ, ഫിസിയോളജിക്കൽ നീഡ്. ഫസ്റ്റ് ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വാട്ടർ, എയർ, ഫുഡ്, ഷെൽട്ടർ, സ്ലീപ്പ്, ക്ലോത്തിങ് ആൻഡ് റീപ്രൊഡക്ഷൻ, ഇതെല്ലാമാണ് എന്തിൽ വരുന്നത്? ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത്. നെക്സ്റ്റ് നീഡാണ് എന്ത്? സേഫ്റ്റി
നീഡ്സ്. എന്താണ് സേഫ്റ്റി നീഡ്സ്? സേഫ്റ്റി നീഡ്സിൽ വരുന്ന പേഴ്സണൽ സെക്യൂരിറ്റി, എംപ്ലോയ്മെന്റ് റിസോഴ്സ്, ഹെൽത്ത് ആൻഡ് പ്രോപ്പർട്ടി. അതാണ് സേഫ്റ്റി നീഡ്സ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പേഴ്സണൽ സെക്യൂരിറ്റി വേണം, എംപ്ലോയ്മെന്റ് വേണം, ഹെൽത്ത് വേണം, പിന്നെ നമുക്ക് എന്താണ് ഷെൽട്ടർ, പ്രോപ്പർട്ടി വേണം. ലവ് ആൻഡ് ബിലോങ്നെസ്. സേഫ്റ്റി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൂവ് ആകുന്ന ഒരു നീഡാണ് ഇത് ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്. നമുക്ക് എന്താ പറയാ, ഫ്രണ്ട്ഷിപ്പ്, ഇന്റിമസി, അഫെക്ഷൻ, ഫാമിലി, സെൻസ് ഓഫ് കണക്ഷൻ, ഇതെല്ലാം ഏത് നീഡിൽ വരും? ലവ് ആൻഡ് ബിലോങ്നെസ് നീഡിൽ വരും. നെക്സ്റ്റ് നീഡാണ് എക്സ്റ്റീം നീഡ്. സെൽഫ് റെസ്പെക്ട്, സെൽഫ് എക്സ്റ്റീം, സ്റ്റാറ്റസ്, നമ്മുടെ സൊസൈറ്റിയിൽ സ്റ്റാറ്റസ് വേണം, റെക്കഗ്നൈസേഷൻ വേണം, സ്ട്രെങ്ത് വേണം, ഫ്രീഡം വേണം. ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? എക്സ്റ്റീം നീഡിന്റെ ഭാഗമാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ നോക്കാം. നമുക്ക് ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ് ഇവിടെ പറയുന്നത്, ഫിസിയോളജിക്കൽ നീഡ്സിൽ പറയുന്നത്. അത് കഴിഞ്ഞാലാണ് നമ്മൾ സേഫ്റ്റി നീഡ്സിലേക്ക് പോകുന്നത്. സേഫ്റ്റി നീഡ്സ് കഴിഞ്ഞു ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്സ് ആൻഡ് എക്സ്റ്റീം നീഡ്സ്. ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള നീഡാണ് എന്ത്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. എബ്രഹാം മാസ്ലോയുടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നീഡ് ആണ് എന്ത്? സെൽഫ് ആക്ച്വലൈസേഷൻ. ഡിസേർവ് ടു ബിക്കം ദ മോസ്റ്റ് ദാറ്റ് വൺ ക്യാൻ ബി. ഒരു വ്യക്തിനെ കൊണ്ട് എന്തായി തീരാൻ പറ്റും, ആ ഒരു ആ ഒരു ആഗ്രഹമാണ് എന്ത്? സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ്, സേഫ്റ്റി നീഡ്സ് ഒക്കെ ഓക്കെയാണ്, ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ് ഉണ്ട്. ദെൻ ഈ ഒരു ജോബ് കൊണ്ട് അല്ലെങ്കിൽ സെൽഫ് എക്സ്റ്റീം, സെൽഫ് റെസ്പെക്ട്, റെക്കഗ്നൈസേഷൻ, സ്റ്റാറ്റസ് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് എത്തിച്ചെല്ലാൻ പറ്റാത്ത ഒരു നീഡാണ് എന്ത്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. എന്റെ പോയിന്റ് ഓഫ് വ്യൂല് എനിക്ക് ഇപ്പോഴും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ ആരായിത്തീരണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ ആണ്, എന്നാലും അതിന്റെ ഒരു എക്സ്ട്രീം ഉണ്ട്. ആരാവണം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് എയിം ചെയ്തിട്ടുണ്ടോ അത് എത്തിയിട്ടില്ല. അപ്പൊ അതാണ് എന്താ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ. മേ ബി നിങ്ങളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കി അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു എന്താ പറയാ ഒരു ക്ലാസ്സിൽ ചെന്ന് എന്താ പറയാ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ആവുന്നത്. മേ ബി അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്ന ആ ദിവസമായിരിക്കും നിങ്ങളുടെ ഏറ്റവും മോസ്റ്റ് ഡിസേർബിൾ ആയിട്ടുള്ള ഡേ ആയിട്ട് മാറുന്നത്. നമ്മുടെ ടീച്ചറായിട്ട് മാറാണ്. ശരിക്കും നമുക്കത് നമ്മൾ ആ സ്കൂളിൽ പോയിട്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ടീച്ചർ ആവുന്നത്. ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ദിവസമായിരിക്കും നമ്മൾ ആ ഒരു നമ്മുടെ ആഗ്രഹം എന്താ പറയാ സാഫല്യത്തിലേക്ക് എത്തുന്ന ദിവസം അല്ലെങ്കിൽ എത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഓരോ ഇൻഡിവിജ്വൽ അനുസരിച്ച് സെൽഫ് ആക്ച്വലൈസേഷൻ ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോഴും എന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ അക്കംപ്ലിഷ് ചെയ്തിട്ടില്ല. അതിനുവേണ്ടി ഞാൻ ഇപ്പോഴും എന്ത് ചെയ്തോണ്ടിരിക്കുക, വർക്ക് ചെയ്തോണ്ടിരിക്കുക, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് അപ്പൊ ഈ 5 നീഡ്സ് നമുക്ക് ഈ ടെസ്റ്റിലില്ലേ നോക്കി, ഈ ടെസ്റ്റിൽ ഇവിടെ ഒരു ബോക്സ് ഉണ്ടാവും, ഈ ഒരു ചാപ്റ്റർ ഉണ്ടാവും. അതിന് ഇവിടെ ആയിട്ട് തന്നെ ഈ ട്രയാങ്കിൾ നമ്മളുടെ ഈ ഇമേജിലുള്ള ട്രയാങ്കിൾ വരയ്ക്കണം കേട്ടോ. എല്ലാവരും ചെയ്ത് മനസ്സിലായോ? ആ സ്പേസ് ഉള്ളിടത്ത് ഈ നീഡ്സുകളുടെ പേരും അതിന് എക്സാമ്പിൾസും എഴുതി വെക്കണം. ട്രയാങ്കിൾ പോലെ തന്നെ എഴുതണം, കേട്ടല്ലോ. നീളത്തിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ട്രയാങ്കിൾ പോലെ തന്നെ ട്രയാങ്കിളിന്റെ ഉള്ളിൽ തന്നെ എഴുതാൻ നോക്കുക കേട്ടോ. ക്ലിയർ ആണോ? എന്താ മാം പല കളറിൽ കൊടുത്തിരിക്കുന്നേ? അത് വെറുതെയാണ്, കളർ അത്ര ഇതൊന്നുമില്ല, ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഈ സ്ക്രീനിൽ കാണുന്നതാണോ എഴുതേണ്ടത്? അതെ, ഇപ്പൊ ഇമേജിൽ ഇട്ടിരിക്കുന്നതാണ് എഴുതേണ്ടത് കേട്ടോ. മുഫീനയുടെ വീഡിയോ കണ്ടാ?
ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടില്ല? കണ്ടു. കണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ. ഒന്ന് പറഞ്ഞേക്ക്. ഇയാളുടെ നമ്പർ ഇല്ല. നാല് നീരിന്റെ പേരും എഴുതാം, എക്സാമ്പിൾസ് എഴുതാം കേട്ടോ. എക്സാമ്പിൾസ് ആ ചെറിയ അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും എഴുതി? എഴുതാത്തവരാണെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ, കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തവര്. ക്ലാസ്സിലേക്ക് വരാം. നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാമല്ലോ, അതുകൊണ്ടാണ്. ഹൈറാർക്കി ഓഫ് നീഡ്സ്. നമ്മുടെ കുട്ടികളുടെ നീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറെന്റ് നീഡ്സ് ഉണ്ട്. നമുക്കറിയാം കുട്ടികൾക്ക് ഒരുപാട് നീഡ്സ് ഉണ്ട്. വി ഹാവ് സീൻ ഇൻ ദിസ് ദാറ്റ് ചിൽഡ്രൻസ് ഹാവ് ഡിഫറെന്റ് നീഡ്സ്. നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ ഡിഫറെന്റ് നീഡ്സിനെ കുറിച്ചാണ്. സം ഓഫ് ദീസ് ആർ physiological requirements which are essential to survive. ഇതിൽ പറയുന്നത് ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്സ് ആണ്. ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ബേസിക് നീഡ്സ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്. ഒരു വ്യക്തിക്ക് സർവൈവ് ചെയ്യാം, ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ സർവൈവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ നീഡ് വേണം? ശുദ്ധവായു വേണം, എയർ വേണം, പ്രോപ്പറായിട്ട് വാട്ടർ വേണം, പ്രോപ്പർ ഫുഡ് വേണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വേണം, കറക്റ്റ് ആയിട്ട് സ്ലീപ്പ് വേണം, പ്രോപ്പർ ആയിട്ടുള്ള ക്ലൈമറ്റിനനുസരിച്ചുള്ള ക്ലോത്തിങ് വേണം, റീപ്രൊഡക്ഷൻ. ഇത്രയും കാര്യങ്ങൾ ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നതാണ്. ഇത്രയും നീഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഫിസിയോളജിക്കൽ നീഡ്സിൽ അച്ചീവ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. These are also called primary requirements and include the needs for satisfying hunger and thirst. എന്നുവെച്ചാൽ നമ്മുടെ ദാഹമോ വിശപ്പൊക്കെ മാറ്റാം. ആ പ്രൈമറി ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്കറിയാലോ. ഒരു പ്രൈമറി റിക്വയർമെന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഫുഡും വാട്ടറും ആണ് അല്ലെ? ബേസിക് ആയിട്ടുള്ള നീഡ് വ്യക്തിയെ സംബന്ധിച്ച് ഫുഡും വാട്ടറും അല്ലേ? ഓക്കെ. നമുക്കായാലും ഇപ്പൊ ഫ്ലഡ് വന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഭയങ്കരമായിട്ട് ഫ്ലഡ് വന്നേ. ഭയങ്കര ഫ്ലഡ് ഭയങ്കര കൂടുതലായിരുന്നു. ഇവിടെ പറമ്പ് ഏരിയയാണ്, ഫുള്ളായിട്ട് പോയതാണ്. ഫ്ലഡിൽ മുങ്ങിയതാണ്. ഞങ്ങളുടെ അന്നത്തെ ബേസിക് റിക്വയർമെന്റ് എന്ന് വെച്ചാല് മെയിൻ ആയിട്ട് ഉണ്ടായത് എന്താ? ഫുഡും വാട്ടറുമാണ്. ഫുഡും വാട്ടറും കിട്ടിയതിന് ശേഷം 1-2 ദിവസത്തിന് ശേഷമാണ് ക്ലോത്തിങ്ങിനെ കുറിച്ച് ചിന്തിച്ചത്. ക്ലോത്ത് വേണമല്ലോ. ചില ഫ്ലഡ് വന്ന് ഞങ്ങളുടെ ഒന്നുമില്ല കയ്യില്. പെട്ടെന്നായിരുന്നു ഫ്ലഡ് വന്നത്. കയ്യിലുള്ളത് എടുക്കാനും അല്ലെങ്കിൽ എടുത്ത് നമുക്ക് കൊണ്ടുപോകാനൊന്നും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോ ഒന്നുമില്ലാതെ എന്റെ കൈ വീശി തന്നെ പോയത്. പിന്നെ എന്താ പറയാ, നമ്മുടെ ആകെയുള്ള ഒരു നീഡ് എന്ന് പറഞ്ഞാല് ഫുഡും വാട്ടറും പിന്നെ ഷെൽട്ടറും അതിലുണ്ടായിരുന്നു കേട്ടോ. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് താമസിക്കാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള പ്ലേസ്. ഇത് ഏതിൽ വരുന്നതാണ്? ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്സ്. മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്സിൽ വരുന്നതാണ്. When these needs are fulfilled, the child look towards the satisfying safety needs. നമുക്ക് ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ നീഡ് ഏതാണ്? സേഫ്റ്റി നീഡാണ്. അപ്പൊ ആ സേഫ്റ്റി നീഡിലേക്ക് നമ്മൾ പോകും. ഓക്കെ. ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നെക്സ്റ്റ് നീഡായ സേഫ്റ്റി നീഡ്സിലേക്ക് നമ്മൾ മൂവ് ആകുള്ളൂ. The next in the hierarchy are സേഫ്റ്റി നീഡ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹൈറാർക്കിയിൽ ഏതാ വരുന്നത്? കുട്ടികൾ എപ്പോഴാണ് സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്?
ലവ് കിട്ടുമ്പോ. ലവ്. ഓക്കെ. നെക്സ്റ്റ് ലീഡാണ് ലവ് ആൻഡ് ബിലോങ്നെസ്. അഫെക്ഷൻ കാണിക്കും. നമ്മൾ ആ പഠിച്ചു അല്ലെ, ഒരു ഇമോഷനാണ്. കുട്ടികളോട് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു ഇമോഷനാണ് ഇത് അഫെക്ഷൻ. നമ്മൾ അവരവിടെ അഫിഷ്യനേറ്റ് ആയിട്ട് വാത്സല്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി പെരുമാറുമ്പോൾ മാത്രമാണ് അവർ സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മോഡ് വന്ന് നമ്മളെ അടുത്ത് പറയാനായിട്ട് അവർക്ക് പറ്റും. സോ അതാണ് സേഫ്റ്റി നീഡ്സ് അല്ല, ലവ് ആൻഡ് അഫെക്ഷൻ നീഡ്സ്. നോക്കാം. നെക്സ്റ്റ് ഇൻ ദ ഹൈറാർക്കി are the love needs such as need for affection. ഹൈറാർക്കിയിൽ വരുന്ന അടുത്ത നീഡ്, തേർഡ് നീഡ് ആണ് എന്ത്, അഫെക്ഷൻ നീഡ് എന്ന് പറയുന്നത്. അറ്റ് ദ നെക്സ്റ്റ് ലെവൽ ദ നീഡ് ഫോർ എക്സ്റ്റീം ആൻഡ് ബിലോങ്നെസ്. അത് കഴിഞ്ഞിട്ട് എന്താണ് ബിലോങ്നെസിന്റെ നേരെ വരുന്ന നീഡാണ് ഏത്, സെൽഫ് എക്സ്റ്റീം. നമ്മൾ ടെസ്റ്റിൽ നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ് ആണ്, അതിനെ പറയുന്ന മറ്റൊരു നെയിം ആണ് സെൽഫ് എക്സ്റ്റീം. ഞാൻ ആ ചാർട്ടിൽ പറഞ്ഞപ്പോലെ എക്സ്റ്റീം നീഡ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടെ പേര് കുറച്ച് വ്യത്യാസമായിട്ട് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചാർട്ട് ചെയ്തിരിക്കാൻ പറഞ്ഞത്. അപ്പോ എക്സ്റ്റീം നീഡ്, ദീസ് കൺസിസ്റ്റ് സോഷ്യൽ ഇമോഷണൽ നീഡ്. അപ്പൊ എക്സ്റ്റീം നീഡ് നമ്മുടെ സോഷ്യൽ ഇമോഷണൽ നീഡാണ്. നമ്മുടെ മറ്റുള്ളവരായിട്ട് റെസ്പെക്ട് ചെയ്യണം, നമുക്ക് സെൽഫ് റെസ്പെക്ട് വേണം, ഒരു സ്റ്റാറ്റസ് വേണം എന്നൊക്കെ പറയുന്നത് സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡാണ്. നമുക്ക് സൊസൈറ്റിയിൽ വേണ്ട ഒരു സ്റ്റാറ്റസ് റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ നീഡാണ്. ഏറ്റവും ലാസ്റ്റ് വരുന്ന നീഡാണ് ഇത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഒരു വ്യക്തിനെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ആൻഡ് ഫൈനലി കംസ് ദ നീഡ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മൾ ഇനി വരുന്ന ആ ഒരു നീഡ് എന്താണ്, സെൽഫ് ആക്ച്വലൈസേഷൻ. നീഡ് ടു അച്ചീവ് വൺസ് പൊട്ടൻഷ്യൽ ആൻഡ് ഡു ക്രിയേറ്റീവ് വർക്ക്. നമ്മൾ ഒരു വ്യക്തിയുടെ പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കുക, അദ്ദേഹം ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുക. എക്സ്പ്ലോർ ദ എൻവയോൺമെന്റ്, അവരുടെ എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യുക. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിൽ നിന്ന് മനസ്സിലാക്കുക. ചില ആൾക്കാര് ജസ്റ്റ് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു 20s കാലഘട്ടത്തില് ഒരു ചെറിയ ക്യാമറ ആയിട്ട്, ഇപ്പോഴൊന്നല്ല കുറെ 80s കുറെ ബാക്ക് ആണ്, ഒരു ചെറിയ ക്യാമറ ആയിട്ട് ലോകം ചുറ്റാനായിട്ട് പോയി. ഇന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നുണ്ട്. ആ ക്യാമറയിലൂടെയാണ് നമ്മൾ ഓരോ രാജ്യങ്ങളും കണ്ടത്. എന്റെയൊക്കെ ചെറുപ്പത്തില് എനിക്ക് എന്താ പറയാ, ആ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമുക്ക് അറിഞ്ഞൂടാ പുറത്തെന്താണ് വേൾഡ് എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. നമ്മളെ പോലെ തന്നെയാണോ, അല്ല വേറൊരു വേൾഡ് പുറത്തുണ്ട് എന്നൊക്കെ നമ്മളെ മനസ്സിലാക്കി തന്നത് ആ ഒരു വർക്കിലൂടെയാണ്. സഞ്ചാരനാണോ? സഫാരി ചാനലിന്റെ പേരല്ലേ, ഞങ്ങൾ അന്ന് ഉണ്ടായിരുന്ന പേര് സന്തോഷ് ജോർജ് കുളങ്ങര. ഓക്കെ. അപ്പൊ സഞ്ചാരനായിരുന്നു പരിപാടിയുടെ പേര്. അപ്പൊ ആ സമയം അവൻ വെയിറ്റ് ചെയ്തിരിക്കും, കാരണം ചിലപ്പോ അത് റഷ്യ, ഒരു പല രാജ്യങ്ങളിലെ വ്യൂസ് ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ അദ്ദേഹം എന്തുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ ഫാമിലി അത്യാവശ്യം ബാലൻസ്ഡ് ആണ്, സ്റ്റാറ്റസ് ഉണ്ട്, അതേപോലെ നല്ലൊരു ജോബ് ഉണ്ട്, എഡിറ്റർ ആയിരുന്നു, ലേബർ ഇന്ത്യയുടെ എഡിറ്റർ ആയിരുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. എന്താ പോലും അദ്ദേഹം ട്രാവൽ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്, അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യാൻ, ആ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാവലിംഗ് അല്ലേ. അതേപോലെ നമുക്കുണ്ടാവും ഓരോ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ എപ്പോഴാണ് ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത്, നമ്മൾ ഏത് സിറ്റുവേഷനിലായിരിക്കും നമ്മുടെ ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ പോയിന്റ് നമ്മൾ വിചാരിക്കുന്നത്. ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് കാര്യം പറയാം. എനിക്കൊരു കാര്യം, ഒരു നീഡ് ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ആ ഒരു സ്വപ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അതൊരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. സോ വീണ്ടും അതെന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ പ്രേരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഒരു എന്താ പറയാ, ചെറുപ്പം മുതലേ കണ്ടൊരു സ്വപ്ന, അതൊന്ന് സാധ്യതയാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പൊ അതെന്താണ് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സിലേക്ക് നമുക്ക് ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്താണ് തിരിച്ചറിഞ്ഞ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നവരായിരിക്കും. നിങ്ങൾ ടീച്ചർ ആവണമെന്നുള്ള സ്വപ്നം കൊണ്ട് നിങ്ങളുടെ ലൈഫിന്റെ ആ ഒരു ഡ്രീം ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് വന്നവരായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും അല്ലേ. അതെ. അപ്പൊ ആ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ആ ഒരു നീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ഓക്കെ. The diagram below shows an abstract idea of hierarchy of needs
only when the need at the level are satisfied that the child can actually satisfy the next higher level need. Okay, good morning, Jolie. നമ്മൾ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്താലാണ് നമുക്ക് നെക്സ്റ്റ് നീഡിലേക്ക് മൂവ് ആവാൻ പറ്റുള്ളൂ. ഒരു കുട്ടി ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്താലാണ് നെക്സ്റ്റ് നീഡായ നീഡ് ഫോർ സെക്യൂരിറ്റിയിലേക്ക് മൂവ് ആവുള്ളൂ. ദെൻ നീഡ് ഫോർ ബിലോങ്നെസ് ആൻഡ് നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ് ഓർ എക്സ്ട്രീം നീഡ് കൂടി പേരുണ്ട് കേട്ടോ. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. നമ്മൾ ആ ചാർട്ടാണ് പറഞ്ഞത് അല്ലെ, ഓരോ സ്റ്റെപ്പ് പോലെയാണ് അല്ലെ. നിങ്ങൾക്ക് കയറുമ്പോൾ നോക്കണല്ലേ ഓരോ സ്റ്റെപ്പ് കയറിപ്പോൾ മുകളിലോട്ട് പോകുന്നത് ട്രയാങ്കിളിന്റെ രീതിയിൽ വന്നിരിക്കുന്നത് ഓരോ സ്റ്റെപ്സ് പോലെയാണ്. അപ്പൊ അത് ആദ്യം എന്താണ് ഫിസിയോളജിക്കൽ നീഡാണ്. കുട്ടിക്ക് വേണ്ട ബാറ്റർ, ഫുഡ്, ഷെൽട്ടർ, സ്ലീപ്പ്, ക്ലോത്തിങ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സേഫ്റ്റി നീഡാണ്. പേഴ്സണൽ സെക്യൂരിറ്റി, എംപ്ലോയ്മെന്റ് ഉദ്ദേശിക്കുന്നില്ല, ഹെൽത്ത്, പ്രോപ്പർട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്, ചിൽഡ്രൻസ് ഇന്റിമസി, ഫ്രണ്ട്ഷിപ്പ്, ഇന്റിമസി, ഫാമിലി, സെൻസ് ഓഫ് കണക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. സെൽഫ് എക്സ്റ്റീം, സെൽഫ് റെസ്പെക്ട് ആൻഡ് എന്താണ് സെൽഫ് എക്സ്റ്റീം, സ്റ്റാറ്റസ്, റെക്കഗ്നൈസേഷൻ, നമ്മൾ ഒരാളെ അംഗീകരിക്കപ്പെടുക, അതൊക്കെ നമ്മളൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. സെൽഫ് ആക്ച്വലൈസേഷൻ. ഇപ്പം ഈ സെൽഫ് എക്സ്റ്റീം നീഡ് വരെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് ഈ അടുത്തല്ല കുറച്ച് നാൾക്ക് മുമ്പ് ഉണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ. മേ ബി ഒരു 1.5 year മുമ്പ് ഉണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ എന്താ പറയാ നിങ്ങളൊക്കെ പോലെ തന്നെ ഒരുപാട് പഠിച്ചിട്ട് ഒന്നും ചെയ്യാതെ വീട്ടില് കുട്ടികളെയൊക്കെ നോക്കി പിന്നെ എന്റേതായ എന്താ പറയാ മട്ടച്ചെലവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എക്സ്പെൻസിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് രീതിയിൽ ട്യൂഷൻസും അതേപോലെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി ചെറുതായിട്ട് ക്ലാസ് ഒക്കെ കൊടുക്കുമായിരുന്നു. അപ്പം അധികം ആർക്കും അറിഞ്ഞുകൂടാ ഞാൻ പഠിപ്പിക്കുന്ന കാര്യം. ഞങ്ങളുടെ ഏരിയയിൽ അല്ലെങ്കിൽ നാട്ടിലൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വന്നതാണല്ലോ, അല്ലെങ്കിൽ വേറെ സ്ഥലമാണ്. മുമ്പ് ഞാൻ ചെറുപ്പത്തിൽ നന്നായിട്ട് പഠിപ്പിക്കാനൊക്കെ പോകുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. അപ്പം എനിക്കിവിടെ ജോബ് കിട്ടിയതിനു ശേഷം അതേപോലെ തന്നെ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ എന്നോടൊരു വിളിച്ച് ചോദിച്ചു, മോൾ എന്താ പഠിച്ചത്? ഞാൻ എന്റെ അച്ഛൻ അറിയായിരുന്നു തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയാം. അപ്പൊ മോളിപ്പോ എന്താ ചെയ്യണമെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അത്രയും നേരം ആ വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇമോഷൻ പറഞ്ഞാല് പെൺകൊച്ചാണ്, പഠിപ്പിച്ചിട്ട് എന്ത് കാര്യമാണ്, വെറുതെ അച്ഛനെ അമ്മയുടെയും പൈസ കളഞ്ഞിട്ട് വെറുതെയാണ് എന്നുള്ള ചിന്തയാണ്. പക്ഷെ ഞാനിപ്പോ ടീച്ചറായിട്ട് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോ എന്നോട് പിന്നെ അദ്ദേഹം സംസാരിച്ചപ്പോ നല്ല റെസ്പെക്റ്റോട് കൂടിയാണ് സംസാരിച്ചത്. മനസ്സിലായോ? ആ ഒരു ജോബിനോട് ഒരു പ്രത്യേക റെസ്പെക്ട് ആണ്. പ്രത്യേകിച്ച് ടീച്ചേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ഉദാഹരണമാണ്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ പഠിപ്പിച്ചാലും നമുക്ക് ആ ഒറ്റ റെസ്പെക്ട് ആണ്. നമ്മൾ ടീച്ചറാണെന്ന് പറയുമ്പോൾ ആ ഒരു റെസ്പെക്ട് ആണ്. പിന്നെ നേഴ്സറി ടീച്ചർ ആയാലും ഇപ്പോ എന്താ പറയാ ഹൈസ്കൂൾ അല്ലെങ്കിൽ PGയിലോ ഡിഗ്രിയിലോ പഠിപ്പിക്കുന്ന ടീച്ചറായാലും സെയിം റെസ്പെക്ട് ആണ് സൊസൈറ്റിയിൽ കിട്ടുന്നത്. സോ ആ ഒരു എക്സ്റ്റീനീഡ് വരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അച്ചീവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നീഡിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തോണ്ടിരിക്കുക, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അച്ചീവ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഒരു നമുക്ക് ആ ഒരു എക്സ്റ്റീം നീഡ് നിങ്ങൾക്ക് അതെങ്കിലും ഓക്കെ. അപ്പൊ നമ്മള് ഓരോരുത്തരും നമ്മളുടേതായ ഒരു എക്സ്റ്റീം നീഡ് ഓരോ നീഡ്സ് ആയിട്ട് അച്ചീവ് ചെയ്യാം. നിങ്ങൾ നോക്കാം, ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈഡ് ആണ്, ഫുഡും വാട്ടറും ഷെൽട്ടറും കിട്ടുന്നുണ്ട്. സേഫ്റ്റി നീഡ് നമ്മള് കുട്ടികളുടെ കാര്യത്തിലും പറയാം, ഒരു വ്യക്തിയുടെ അവസ്ഥ പറയാം. അതോടെ തന്നെ ഇബ്രാഹിം മാസ്ലോന്റെ നീഡ് ഓഫ് ഫയറൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കുട്ടികളുടെ ഏരിയയും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ മുതിർന്നവരിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് മുതിർന്നവരുടെ കാര്യമാണ്. ഫിസിയോളജിക്കൽ നീഡ് കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഫുഡ് വാട്ടർ ഷെൽട്ടർ നോർമൽ ആണ്. സേഫ്റ്റി നീഡ് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഹെൽത്ത്, അതേപോലെ പേഴ്സണൽ സെക്യൂരിറ്റി. ആ കുട്ടി ഇന്നാണ് നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാ കുട്ടികളും നല്ല, നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാ കുട്ടികളും സേഫ് ആണോ? പേടിയുണ്ടോ അമ്മമാർക്ക് കുട്ടികളെ സ്കൂളിൽ വിടുമ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിലോ ഫംഗ്ഷൻസിലോ വിടുമ്പോ ഒരു ഭയം ഉണ്ട് നമുക്ക്? എനിക്കുണ്ട്, പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് എനിക്കുണ്ട് എനിക്ക് ഭയമുണ്ട്. എനിക്ക് ഇപ്പൊ 2 പെൺകുട്ടികളാ. ഇപ്പൊ പേടിയുണ്ട്. നമ്മള് പഠിച്ച കാലത്തും പേടിയില്ലായിരുന്നു. അന്നത്തെ കാലത്ത് നമ്മുടെ പാരന്റ്സിന് ഒട്ടും പേടിയില്ല. കാരണം 2 അല്ല 3 ആണോ 4 ആണോ നമ്മൾ അങ്ങോട്ട് എന്താണ് ഫ്രീ ആയിട്ട് വിട്ടിരിക്കായിരുന്നു അല്ലെ? എത്ര പിള്ളേരെ ഉണ്ടാകുന്നു. അന്നത്തെ ആൾക്കാര് ടെൻഷൻ അടിക്കുന്നേക്കാളും കൂടുതൽ ഇന്നത്തെ പാരന്റ്സ് ടെൻഷൻ എടുക്കാത്ത നമ്മുടെ സൊസൈറ്റി സേഫ് അല്ല. അത് നമുക്ക് ഓരോ ന്യൂസുകളും ഓരോ വാർത്തകളും പോലെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ചുറ്റുപാടും അത്ര സേഫ് ഒന്നല്ല. അപ്പോ എന്താണ്
സെൽഫ് ഡിഫൻസ് പഠിപ്പിക്കുക, കുട്ടികളെ കരാട്ടെ പഠിപ്പിക്കാം, ബോക്സിങ്ങോ കളരിയോ ആൺകുട്ടിയാണേലും പേടിയാ മാം. എന്റെ മോനെ ഞാൻ ഇതുവരെയും കൂടെ നടന്നാ പഠിപ്പിച്ചേ, എങ്ങും ഹോസ്റ്റലിലെങ്ങും നിർത്തിയിട്ടില്ല. ഈ നിമിഷം വരെ ഇളയവന്റെയും കൂടെ നിൽക്കുക, ചെന്നൈ ഫ്ലാറ്റിൽ വന്നിട്ട് കൂടെ നിൽക്കുന്നേ. മൂത്താളെ അതുപോലെ തന്നെ കൂടെ നിന്ന് പഠിപ്പിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ല. ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മാസം ഉണ്ടായ അനുഭവം നമുക്കറിയാലോ. ആൺകുട്ടികളാ ഒരു കുട്ടീനെ ഉപദ്രവിച്ചത്. ശരിയാണ്, ഗുഡ് ടച്ചും ബാഡ് ടച്ചും കുട്ടികളെ പഠിപ്പിക്കണം. നമ്മള് ക്ലാസ്സിൽ പോകുമ്പോൾ, നിങ്ങൾ ട്രെയിനിങ്ങിൽ പോകുമ്പോൾ കുട്ടികളുടെ ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണ് നമ്മളൊരു ക്ലാസ് പോലെ തന്നെ എടുത്ത് എന്ത് ചെയ്യണം, അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ സിലബസിന്റെ ഒരു ഭാഗമായിട്ട്, അത് നമ്മുടെ ക്ലാസ്സിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്യണം ഗുഡ് ടച്ചും ബാഡ് ടച്ചും. അപ്പൊ പിന്നീടാണ് ഈ പുറത്തുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നൊക്കെ നമ്മുടെ കുട്ടികളെ സേഫ് ആക്കി നിർത്തണം. അത് പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും ഉത്തരവാദിത്വമാണ്, അല്ലെ? മാം കുറെയൊക്കെ നമ്മൾ ഈ പറയുന്ന സെൽഫ് ഡിഫൻസ് കുട്ടികളെ പഠിപ്പിച്ച കുറച്ചും കൂടെ ഒരു ബോൾഡ് ആവും. പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണെങ്കിലും കുറച്ചും കൂടെ ബോൾഡ് ആവും. നമ്മുടെ അടുത്ത് എന്താടാന്ന് ചോദിച്ചാൽ നീ പോടാന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് കിട്ടും. ഞാൻ ചെറുപ്പം മുതലേ ഇത് ഒരു 4ാം ക്ലാസ് മുതലേ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലായപ്പോൾ ഞാൻ LNCPയിലെ തിരുവനന്തപുരത്ത് പോയി സായില പഠിച്ചത്. അവിടെ നിന്ന് പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇതിന്റെ തന്നെ കോഴ്സും പിന്നെ പഠിക്കുകയും കൂടെ ചെയ്തതാണ്. സെൽഫ് ഡിഫൻസ് ഞാൻ കുറേ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം പറയുന്നതെന്ന് വെച്ചാല് ഞങ്ങൾ നേരത്തെ എങ്ങനെയായിരുന്നോ അതിനെ കഴിഞ്ഞും കുറച്ചും കൂടെ ഞങ്ങളുടെ മെന്റലി പവർ ഞങ്ങൾക്ക് കൂട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ആരോട് എന്തെങ്കിലും മോശമായിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, അല്ലെങ്കിൽ നീ പോടാന്ന് പറയാനുള്ള ഒരു മാനസികമായിട്ട് അവർക്കൊരു മെന്റൽ സ്ട്രോങ് ആയിട്ടാണ് പല കുട്ടികളും പറയും. അപ്പൊ നമ്മൾ അത്യാവശ്യം ബോക്സിങ്ങും കരാട്ടയൊക്കെ വലിയ ചാമ്പ്യൻഷിപ്പ് ആയിട്ട് പഠിപ്പിച്ചില്ലെങ്കിലും നമ്മളൊരു സെൽഫ് ഡിഫൻസ്, നമ്മളോട് ഒരാൾ മോശമായിട്ട് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് പറയാനെങ്കിലുള്ള ഒരു മെന്റൽ കപ്പാസിറ്റി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. ശരിക്കും വേണം. അപ്പൊ സേഫ്റ്റി നീഡും കുട്ടികളെ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി മൂന്നാമത്തെ നീഡ് അത് ലവ് ആൻഡ് ബിലോങ്നെസ്. നമ്മുടെ കുട്ടികളെ സ്നേഹം കാണിച്ചു തന്നെ എന്ത് ചെയ്യണം, വളർത്തിക്കൊണ്ടുവരണം. പാരന്റ്സ്, ചില പാരന്റ്സ് കുട്ടികൾ വഷളായി പോകും എന്നൊക്കെ വിചാരിച്ച്, പണ്ടത്തെ പാരന്റ്സ് ആയിരുന്നു കേട്ടോ, എന്താണ് സ്നേഹം കാണിക്കുകയില്ല, പഴയ ചെറുപ്പമാഷിന്റെ റോളായിരിക്കും. പക്ഷെ അങ്ങനെയല്ല കുട്ടികളെ വളർത്തുന്നത്. നമ്മൾ അവരോട് നമ്മുടെ കൂടെ കുറച്ച് ടൈമേ കുട്ടികളുള്ളൂ. ഒരു 4 വയസ്സ് വരെ അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. 4 വയസ്സ് കഴിഞ്ഞാൽ ഈവനിങ്സും മോർണിംഗ്സും മാത്രമായിരിക്കും. അത് കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാല് പിന്നെ വീക്കെൻഡുകൾ മാത്രം നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുള്ളൂ. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ഒട്ടും ടൈം ഉണ്ടാവില്ല. ചിലപ്പോൾ പഠിക്കാൻ പോണത് ഹോസ്റ്റലിലായിരിക്കും, അത് കഴിഞ്ഞ് പോണത് ജോബിന്, നമ്മുടെ അടുത്ത് നിന്ന് അകന്ന് പോകും. നമുക്ക് കുറച്ച് നാളെ കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ കെയർ ചെയ്യാനും സ്നേഹിക്കാനൊക്കെ ഉള്ള ടൈമുള്ളൂ. സോ ആ സമയത്ത് നല്ല രീതിയിൽ കുട്ടികളോട് എന്താ പറയാ, ദേഷ്യമാകൂടാ സ്നേഹവും ഇന്റർനെറ്റ് കാണിച്ചു തന്നെ നമ്മുടെ എന്ത് ചെയ്യാൻ കുട്ടികളെ വളർത്താം. ഓക്കെ, പിന്നെ സെൻസ് ഓഫ് കണക്ഷൻ. നമ്മൾ തമ്മിലൊരു സെൻസ് ഓഫ് കണക്ഷൻ, ഒരു എന്താ പറയാ, ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും കുട്ടികളായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നെക്സ്റ്റ് നീഡാണ് സെൽഫ് റെസ്പെക്ട്. കുട്ടികളെ നമ്മള് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചെറുതാക്കി കാണിക്കില്ലേ, കമ്പയർ ചെയ്യൂലേ, അവിടെ എന്താ നഷ്ടപ്പെട്ടു പോണേ? ആ കുട്ടിയുടെ സെൽഫ് റെസ്പെക്ട് ആണ്, ഒരു സെൽഫ് എസ്റ്റീം ആണ് പോകുന്നത്. നമ്മള് കമ്പാരിസൺ അവോയ്ഡ് ചെയ്യാം. നമ്മുടെ കുട്ടിയെ മറ്റു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, കാരണവശാൽ കമ്പയർ ചെയ്ത് ഇനി അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് റെക്കഗ്നൈസേഷൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെറിയ വർക്കായിരിക്കും ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്താ പറയാ, ഗുഡ് ബോയ്, നല്ല കുട്ടിയാണ് ട്ടാ, ഗുഡ് ബോയ് ആണ് ട്ടാ എന്നൊക്കെ പറയാം. ഇപ്പൊ ആദ്യമായിട്ട് ഒരു കുട്ടി A എഴുതിയെന്ന് വിചാരിക്കും, ആൽഫബറ്റ്സ് A എഴുതിയെന്ന് വിചാരിക്കും. അപ്പൊ ഗുഡ് ബോയ് ആണെന്ന് പറഞ്ഞ് നമ്മൾ അത് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യാം, അല്ലെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യാം. ചെറിയ ചെറിയ സന്തോഷങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്താ പറയാ വിജയങ്ങൾ അവരെ കുറെ മോട്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ലാസ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ ഏതാണ്, കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വരാണെങ്കിൽ അവരുടെ ഡിസർവിലേക്ക് അവർ എന്തും എത്തിച്ചേരും. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളുടെ ആഗ്രഹം കുട്ടികളെ അനുസരിപ്പിക്കാൻ പാടില്ല. കുട്ടികളുടെ എന്താണോ ആഗ്രഹം ആ ആഗ്രഹത്തിനോട് കുട്ടികളെ എന്ത് ചെയ്യാം, ട്രെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ കുട്ടി ഡാൻസ് കളിക്കാനായിട്ട് താല്പര്യം കാണിക്കുകയാണെങ്കിൽ മേ ബി അവൾ ആ ഡാൻസിങ്ങിലേക്ക് നമ്മൾ നയിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി കുട്ടിക്ക് വേറെ എന്തെങ്കിലും ഫീൽഡാണ്, ഇപ്പൊ ചിലപ്പോൾ ഇരിക്കാനും കരാട്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് അവർക്ക് എന്താണ് ഇഷ്ടം ആ ഒരു ഫീൽഡിലേക്ക് അവർ നമ്മൾ എന്ത് ചെയ്യാം, നയിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ലൈഫിന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത് കുട്ടികളുടെ കേട്ടോ, ഇത്രയുമാണ് ഡിഫറൻസ്. അല്ല, രണ്ടും മുതിർന്നവരും കുട്ടികളുമുള്ള വ്യത്യാസമാണ് പറഞ്ഞത്. ഒന്ന് വായിച്ച് നീഡ് ഹൈറാർക്കി ഓഫ് നീഡ്സ് വായിച്ചേ. ഈ പാരഗ്രാഫ് ആണ്, സിമ്പിൾ ആണ്, പക്ഷെ ഈ നീഡിന്റെ ഓർഡർ എന്തായാലും ചോദിക്കും. ഈ നീഡിന്റെ ഓർഡർ ഇല്ലേ, 1 2 3 4 അത് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. എല്ലാ നീഡും തന്നിട്ടുണ്ടാവും, കറക്റ്റ് ഓർഡർ ഏതാണ് എന്ന് ചോദിക്കും. ക്വസ്റ്റ്യൻ വരുന്നത് മനസ്സിലാവും. കറക്റ്റ് ഓർഡർ ഏതാണെന്ന് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യനില്.
നോക്കട്ടോ, എന്നിട്ട് വായിച്ചു നോക്കി. ഗുഡ് മോർണിംഗ് തമന്ന. ഗുഡ് മോർണിംഗ് മീൻസ്. ക്ലാസ് കഴിഞ്ഞോ? ഇല്ല മാം, ഇന്ന് കേറാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല. അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ. ഓക്കെ, എടാ ദ ഹൈറാർക്കി ഓഫ് നീഡ്സ് റീഡ് ചെയ്തു. മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കി ആണ് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ഞാൻ ഇതിൽ ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. ഇല്ല മാം, ഒന്നും പറഞ്ഞതായിട്ട് കേട്ടില്ല. ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് എല്ലാം ചെയ്തു നിങ്ങളൊന്ന് പറയണോ കേട്ടോ. ഓർഡർ പറയാം. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ്, സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസ് കംപ്ലീറ്റ് ആണ്. ഓക്കെ, ആൽഫബറ്റ് ചാർട്ടും ന്യൂമറിക്കൽ ചാർട്ടും കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഫ്രെയിമുകൾ കംപ്ലീറ്റ് ആണ്. പിങ്ക് ടവർ കംപ്ലീറ്റ് ആണ്. കളറിംഗ് ബോക്സ്, കളർ ബോക്സ് കംപ്ലീറ്റ് ആണ്. അതെന്തായാലും മിസ്. ഓക്കെ ഓക്കെ, പറഞ്ഞു കളറിംഗ് ബോക്സ് കേട്ടോ. നോക്കാം, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ മോണ്ടിസോറിയില് കുട്ടികൾക്ക് കളർ പഠിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്ത് കളറിംഗ് ബോക്സ് എന്ന് പറയുന്നത്. പ്രൈമറി കളേഴ്സിനാണ്. ഇല്ല മാം, ഇത് പറഞ്ഞിട്ടില്ല. ഇത് തുണിയിലാണോ മാം ചെയ്യുന്നത്? ഇത് ശരിക്കും അല്ലടാ, അത് ക്ലോത്ത് അല്ല, പേപ്പറാ? നിങ്ങൾ പേപ്പറിൽ ചെയ്താൽ മതി. ഇത് പെയിന്റ് പോലെയാണ്. നമ്മൾ സാധാരണ ഇവിടെ ഉള്ള കളറിംഗ് ബോക്സിൽ ആ കളർ പെയിന്റ് ചെയ്തിരിക്കുകയാണ്. മാം, ഞാൻ ട്രെയിനിങ്ങിന് പോണത് സൗണ്ട് പോയിരിക്കുകയാണ്. ട്രെയിനിങ്ങിന് പോണത് മോണ്ടിസോറി ബേസ്ഡ് സ്കൂളിലാണ്. ഈ സംഭവം എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട് അവിടെ. ഓക്കേടാ, ഇവിടെ ഉണ്ട്. ഞാൻ ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ നിങ്ങളൊന്ന് നോക്ക്, അതൊന്ന് റീഡ് ചെയ്യാം. ഞാൻ കളറിംഗ് ബോക്സ് കൊണ്ടുവരാം. ഇന്ന് സോഷ്യോ ഇമോഷണൽ നീഡ്സ് തൊട്ടാണോ ക്ലാസ് എടുത്തത്? അല്ല, ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഇതിന്റെ മുമ്പുള്ളത് ലവ് സെക്യൂരിറ്റി ഒക്കെ എടുത്തത് പോയതാണോ? ഇൻഡിപെൻഡൻസ് അതൊക്കെ എടുത്തായിരുന്നോ? അതൊക്കെ മുമ്പ് എടുത്തതാ. ഇതിന്റെ മുന്നേ. അത് ഏതാണ് എടുക്കുന്നത്? മോണ്ടിസോറി ആണോ? ഹൈറാർക്കി നമ്മുടെ നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് അസൈൻമെന്റ് ചെയ്യില്ല, സെമിനാർ നടത്തിയ ഒരു പാടില്ലായിരുന്നു. ഫയർ മറ്റേ സിനോ ഒക്കെ ചെയ്തില്ല, ആങ്കർ, ഫിയർ. ഓക്കെ ഓക്കെ, അതിന്റെ ബാക്കി അല്ലേ? ശരി ശരി ശരി.
ഒരു മിനിറ്റ് കേട്ടോ കുട്ടികളെ, ഇത് ക്ലിയർ അല്ല. ഒരു മിനിറ്റ് ചേഞ്ച് മാറ്റാം കേട്ടോ. ക്ലിയർ ആണോ? യെസ് മാം. ഞാൻ പേപ്പറിലാ ചെയ്തത്. ഇത് പേപ്പർ അല്ലടാ, ഇത് കാണുന്നു. വുഡൻ പീസ് ആണ്. ഓക്കെ ഓക്കെ. ഇത് വുഡൻ പീസ് ആണ്, നമുക്കത് കിട്ടണമെന്നില്ല. സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഇപ്പൊ മെയിൻ ആയിട്ട് പ്രൈമറി സെക്കൻഡറി കാണുന്നില്ല ആരും. ഉണ്ട് മാം. ആയിഷ മാമിനെ ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കി നല്ലോണം സ്ക്രീനാണോ കാണുന്നത്? മാമിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ക്ലാസ്സിൽ കയറി മുതലേ കാണാൻ പറ്റുന്നില്ല. അതിടയ്ക്ക് അങ്ങനെ ഉണ്ട്. ഒന്ന് ലെഫ്റ്റ് ആയിട്ടൊന്ന് കയറി നോക്കുക. പക്ഷെ എനിക്കും അങ്ങനെ ഇടയ്ക്കുണ്ട്. ഓക്കെ, മാക്സിമം ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്യണ്ട. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. മാം ഇതുപോലെ വുഡില് ഞങ്ങളും ചെയ്യണോ? ലാസ്റ്റ് എൻഡിൽ വന്നിട്ട്? വേണ്ട വേണ്ട, പറയട്ടെ. നിങ്ങള് ഇത് പിടിക്കാനായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ കാർഡ്ബോർഡില്ലേ, കാർഡ്ബോർഡിൽ കളർ പേപ്പർ ഒട്ടിച്ചാലും മതി. കളറിംഗ് ബോക്സ് പോലെ തന്നെ പെർഫെക്ഷനിൽ ഇത് ചെയ്യാൻ പറ്റും. ഇത് വുഡൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി പൈസ ആവും, അത് വേണ്ട. ആരെങ്കിലും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കണേ. എനിക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല. സംഭവം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആരെങ്കിലും ഒന്ന് അയക്കണേ ഗ്രൂപ്പില്. സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കളറിംഗ് ബോക്സ് പ്രൈമറി 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രൈമറി സെക്കൻഡറി അങ്ങനെ ഒത്തിരി നമുക്ക് കാണാൻ പറ്റും. ഗ്രൂപ്പിൽ ഇട്ട് കിട്ടോ? ഇതിപ്പോ ഞങ്ങൾ ചെയ്യേണ്ടത് ചതുരത്തിലൊരു പീസ് വെട്ടിയെടുത്തിട്ട് അത് കളർ അടിച്ചാൽ മാത്രം മതിയോ? കളർ അടിക്കുകയാണെങ്കിൽ നമ്മൾ കളറിംഗ് പേപ്പേഴ്സ് കിട്ടില്ലേ, കറക്റ്റ് കളർ കിട്ടണമെന്നില്ലല്ലോ. കളറിംഗ് പേപ്പേഴ്സ് വാങ്ങിക്കാൻ കിട്ടൂല കുട്ടികളെ. നമുക്ക് ഇനി പല കളർ, നമുക്ക് പ്രൈമറി മെയിൻ ആയിട്ട്, സെക്കൻഡറി വേണം. അതേപോലത്തെ കളറുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ കളറിംഗ് ബോക്സ് പ്രിപ്പയർ ചെയ്യാം. സെറ്റ് ഓഫ് ടെറിട്ടറി കളേഴ്സ്. മിസ് ഓരോന്ന് വെച്ചിട്ടാണോ വേണ്ടത്? ഇതാണ് ഓരോന്നാണോ വേണ്ടത്? എല്ലാ കളേഴ്സിലും ഓരോ? 2 സെറ്റ് ആവും അല്ലേ? രണ്ട് വേണം, രണ്ടെണ്ണം കേട്ടോ. രണ്ടെണ്ണം വേണേ. ഏതൊക്കെ കളർ വേണമെന്ന് ഞാൻ പറയാം, ഒന്ന് നോട്ട് ചെയ്യോ. റെഡ്, ഒരു കളർ തന്നെ 2 എണ്ണം വേണം മാം? അതെ മാം. ഇതില് ഈ പ്രൈമറി സെക്കൻഡറി ഒക്കെ പറയുന്നത് എന്താ? പ്രൈമറി കളർ സെക്കൻഡറി കളർ റെഡ്, ഗ്രീന്, യെല്ലോയോ അങ്ങനെ എന്തോ അല്ലേ മാം? പണ്ട് പഠിച്ചിട്ടുണ്ട്. റെഡ് ഗ്രീൻ ബ്ലൂ. റെഡ്, ഗ്രീൻ, ബ്ലൂ ആണ്. അതല്ല, റെഡ്, ഗ്രീൻ, ബ്ലൂ ആണ് പ്രൈമറി കളേഴ്സ്. ഇനി ഫസ്റ്റ് ആയിട്ടുണ്ട് 3 എണ്ണം. സെക്കൻഡറി കളേഴ്സ് ഏതൊക്കെയാണ്? യെല്ലോ, യെല്ലോ ഉണ്ട്, ഓറഞ്ച് വരുമോ? യെല്ലോ, ഓറഞ്ച്, പിങ്ക് ഓർ പർപ്പിൾ മേ ബി വരാം. യെല്ലോ, അത് പിങ്ക് ഓർ പർപ്പിൾ വരാറുണ്ട്. അപ്പൊ നമ്മള് ഇനി റെഡ്, ബ്ലൂ, ഗ്രീൻ കൂടാതെ ഏതൊക്കെ കളർ വേണം? യെല്ലോ വേണം, പർപ്പിൾ വേണം. പർപ്പിൾ എന്ന് പറയുന്ന കളർ അറിയാലോ നിങ്ങൾക്ക്? പർപ്പിൾ അറിയാലോ, എല്ലാവർക്കും അറിയാൻ പറ്റുള്ള പർപ്പിൾ കളർ. പർപ്പിൾ, ദെൻ ഓറഞ്ച്, ഓറഞ്ച്, സ്പെല്ലിംഗ്, ഓറഞ്ച്, പിങ്ക്, പിങ്ക്, ദെൻ പിങ്ക് എന്താണ്? ഗ്രേ. ഗ്രേ എന്ന് പറയുന്ന കളർ കിട്ടുകയാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഗ്രേ എന്ന് പറയുന്ന കളർ ഏതാണ്? ഇതല്ലേ? ഇതാണോ? ഇത് ആഷ് ആണല്ലേ? ഇതാണോ ഗ്രേ അല്ലെങ്കിൽ ഇതാണോ? ഗ്രേ ഹാഷ് കളർ അല്ലേ മാം? ഇത് ബ്രൗൺ ആണ്. ഗ്രേ ഹാഷ് കളർ ആണ് മാം ഗ്രേ. ഗ്രേ പിന്നെ ബ്രൗൺ. വേണ്ട കളേഴ്സ് ഒന്നുകൂടി പറയാവോ? മെസ്സേജ് ഓക്കെ. 3, 3, 6, 9 കളർ, മിനിമം 9 കളർ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. വൈറ്റ് വേണ്ടേ? വൈറ്റ് വേണം, വൈറ്റ് ഇൻക്ലൂഡ് ചെയ്തോ. സോറി, വൈറ്റ് ആയിട്ടില്ല അല്ലെ?
വൈറ്റും കൂടി വേണം, വൈറ്റും ബ്ലാക്കും കൂടി വേണം കേട്ടോ. അതും കൂടി നിങ്ങളോട് ഇതേ. ഹാഷ് വേണ്ട മാം, എന്താണ് ഹാഷ് കളർ വേണ്ട. ആഷ് കളർ എന്ന് പറയുന്നല്ലേ ഗ്രേ എന്ന് പറയുന്ന കളറ്? അതാണോ ഗ്രേ? ഗ്രേ അതാണ്. ഏകദേശം ആ കളറൊക്കെ ഗ്രേ, ഏകദേശം ഹാഷ് കളർ തന്നെയല്ലേ ഗ്രേ? ഓക്കെ, എന്നാ അങ്ങനെ മതി കേട്ടാ. ഇപ്പൊ എത്ര കളർ കിട്ടിയിട്ടുണ്ട്? 9, 10, 11 കളർ ആയിട്ടുണ്ട്. 8 എണ്ണം. 10 ഉണ്ട് മാം, 10. എനിക്ക് 11 അല്ല, 11 കളർ. എനിക്ക് 8 കിട്ടിയിട്ടുള്ളൂ മാം. 11 കളർ ഉണ്ട് മാം. പ്രൈമറി കൂട്ടി 11. 11 കൂടി കൂട്ടണം, അല്ല പ്രൈമറി കൂടി കൂട്ടണം. ഓക്കെ, ഞാൻ കളറിംഗ് ബോക്സ് മാറ്റാണ്ടാവും. റെഡ്, ഗ്രീന്, ബ്ലൂ, യെല്ലോ, ഓറഞ്ച്, പർപ്പിൾ, പിങ്ക്, ഗ്രേ, വൈറ്റ്, ഹാഷ്, ബ്ലാക്ക്. ഓക്കെ, ഇതിന്റെ ബ്രൗൺ ഇല്ല. ബ്രൗൺ ഉണ്ട്. ബ്രൗൺ ചെല്ലാം, ബ്രൗൺ ഉണ്ടല്ലോ, ആഴ്ചയുണ്ടല്ലോ. 12 കളേഴ്സാ ബ്രൗൺ പറഞ്ഞക്ക്. ബ്രൗൺ 9. അങ്ങനെയാണെ 12 കളർ. അല്ല മാം, 8 ബ്രൗൺ ഉണ്ട്. 1 മിനിറ്റ്, ഞാൻ ഇതിലൊക്കെ പറയാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 കളേഴ്സ് ആണ് പിള്ളേരെ. ഓക്കെ, അതിൽ ബ്ലാക്കും വൈറ്റും കൂടി വന്നിട്ടുണ്ട്. 9 കളേഴ്സ് കൂടാതെ ബ്ലാക്കും വൈറ്റും കൂടി ഉണ്ടായിരുന്നു. അതിന് താഴെ ഇട്ടിട്ടുണ്ട്. മേ ബി ഞാൻ ഈ കളറിംഗ് ബോക്സ് ചിലപ്പോ മോണ്ടിസോറി മെറ്റീരിയൽസിൽ എടുക്കുന്നത് ഞാനായിരിക്കില്ല. അപ്പൊ ഇത്രയും കളേഴ്സ് ആണ്, ഇന്നതൊക്കെയാണ് പ്രൈമറി കളേഴ്സ്, ഇന്നതൊക്കെയാണ് സെക്കൻഡറി കളേഴ്സ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണോണ്ട് ടീച്ചേഴ്സിന്റെ അടുത്ത് കേട്ടാ. കളറിംഗ് ബോക്സ് മനസ്സിലായല്ലോ കുട്ടികളില് കളറിംഗ് പഠിപ്പിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു കാർഡ് ബോർഡ് വെച്ചിട്ട് അതിലൊരു കളർ പേപ്പർ ഒട്ടിക്കാം. സൈഡില് അത്യാവശ്യം നമുക്ക് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മെയിൻലി ഒരു കാർഡ് ബോർഡോ അല്ലെങ്കിൽ സെയിം കളർ ആയി കഴിഞ്ഞാൽ ടച്ച് ചെയ്ത കുട്ടികളുടെ കയ്യമ്മ കളർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു പ്രശ്നം വരാതിരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, നിങ്ങളുടെ ഐഡിയയിൽ വരുന്നത്, അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളറിംഗ് ബോക്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ മാം. ഈ കളറിംഗ് ബോക്സ് എന്നത്തേക്ക് പ്രിപ്പയർ ചെയ്യും? അത് പെട്ടെന്ന് ചെയ്യാം മാം. മാം, ഇത് പേപ്പറിൽ പെയിന്റ് ചെയ്താലും കുഴപ്പമില്ലല്ലോ? ഇല്ല, പെയിന്റ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവില്ലായിരിക്കും. ക്രാഫ്റ്റ് ചെയ്യുന്നവരുടെ കയ്യിൽ പെയിന്റ് ഉണ്ടാവും അല്ലെ? ഉണ്ടോ ഇവിടെ? ചട്ടന്റെ മുകളിൽ പെയിന്റ് ചെയ്താൽ കുറച്ചുകൂടി ഉറപ്പുണ്ടാവില്ലേ മാം? മനസ്സിലായില്ല. ചട്ട പേപ്പർ ഇല്ലേ, മറ്റേ പെട്ടീന്റെ കാർഡ്ബോർഡിന്റെ ഒക്കെ, അതാവുമ്പോ കുറച്ചുകൂടി ഉറപ്പുണ്ടാവും. ഉറപ്പുണ്ടാവും. അങ്ങനെ ആയാലും മതി, പെയിന്റ് ചെയ്താലും മതി. പക്ഷെ ഇത്രയും പെയിന്റ് വാങ്ങിക്കാൻ നല്ല പൈസ ആയിരിക്കും. പെയിന്റ് കയ്യിലുണ്ട് മാം, അതുകൊണ്ടാ ചോദിച്ചു. ഓക്കെ, അങ്ങനെയായാലും മതി. നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഈ കളറിംഗ് ബോക്സിന്റെ ഐഡിയ മാത്രമേ തന്നെ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഇങ്ങനെ മനോഹരമാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാർഡ്ബോർഡിന്റെ മുകളിൽ ഈ കളർ പേപ്പർ ഒട്ടിച്ചെടുത്തായി മതി. അങ്ങനെയും ചെയ്യാം. ഞാൻ എളുപ്പത്തിൽ ചെയ്യണതൊക്കെ, അതുകൊണ്ട് കാർഡ്ബോർഡിന്റെ മുകളിൽ ഇങ്ങനെ കളർ പേപ്പർ ഒട്ടിക്കുള്ളൂ. ചിലവർ കളറ് മറ്റേ ട്യൂബ്സ് കിട്ടുമല്ലോ, കളർ ട്യൂബ്സ്, അത് വെച്ചിട്ട് ആ കളർ പേപ്പർ മാം, ആ കളർ പേപ്പറിന്റെ മുകളിൽ എന്തെങ്കിലും വെള്ളത്തിന്റെ ഡ്രോപ്പ് അങ്ങനെ തിരിയായാൽ മതി, അത് ഫുൾ സ്പ്രെഡ്. അതറിയാം, പറ്റിയിട്ടുണ്ട്, പോവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ആ സൂക്ഷിച്ച് നമ്മൾ വെക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പിന്നെ പെയിന്റ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എല്ലാവർക്കും അത് കിട്ടണമെന്നില്ലല്ലോ ഫാത്തിമ. ഇപ്പൊ കളർ പേപ്പർ ആണ് നമുക്ക് സിമ്പിൾ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതും കുട്ടികളെ കളറിംഗ് പഠിപ്പിക്കാൻ കുറച്ചുകൂടി. അല്ലെങ്കിൽ ചട്ടന്റെ മുകളിൽ മറ്റേ തുണി വാങ്ങിയിട്ട് സെറ്റ് ആക്കിയാലും മതി. അല്ല, ക്ലോത്തിന്റെ കാര്യം എന്താ ഒരു പ്രശ്നം അറിയോ? പല ഷെയ്ഡ് ആക്കി കിട്ടുന്നത്. ക്ലോത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഷെയ്ഡ് വ്യത്യാസം വരുമല്ലോ. അതേപോലെ മേ ബി അതില് നമുക്ക് എല്ലാ ക്ലോത്തും ഇതേപോലെ വരുന്നില്ല, പ്ലെയിൻ ആയിട്ടുള്ള കളർ കിട്ടണമെന്നില്ല. നമ്മൾ കടയിൽ പോയിട്ട് പ്ലെയിൻ കളർ കട്ട് ചെയ്ത് ലൈനിങ്ങിന്റെ കടയിൽ നിന്ന് കിട്ടൂലേ? അപ്പൊ എന്തോരം ബ്ലൗസ് പീസ് ഒക്കെ മാം, പക്ഷെ അത്രയും റേറ്റ് ആവും അല്ലേ? ബ്ലൗസ് പീസിന്റെ ഒക്കെ കറക്റ്റ് കളറാന്ന് തോന്നുന്നു. ബട്ട് അതിനൊക്കെ നല്ലത് മാം പറഞ്ഞ പോലെ കളർ പേപ്പർ ആയിരിക്കും.
കളർ പേപ്പർ നമ്മളൊരു ബണ്ടിൽ മേടിച്ചാൽ നമുക്ക് പല ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. കളറിംഗ് പേപ്പർ അല്ലേ നല്ലത്? പീസ് കട്ട് ചെയ്ത് ഒത്തിരി പൈസ കളറിംഗ് പേപ്പറാണ് നല്ലത്. ഗിൽറ്റ് സാൻഡ് പേപ്പർ ഇല്ലേ മാം? ഗിൽറ്റ് സാൻഡ് പേപ്പർ ഉണ്ടല്ലോ. ഗിൽറ്റ് സാൻഡ് പേപ്പർ ഉണ്ടല്ലോ. സ്റ്റാമ്പ് പേപ്പറോ? സ്റ്റാമ്പ് പേപ്പർ വേറെ ആക്ടിവിറ്റി ആണ്. കളറിംഗ് പേപ്പറിൽ വരില്ല. മാം ഡാർക്ക് ഗ്രീൻ അല്ലേ? കളർ ഉണ്ടല്ലോ, കളറ് അതിന്റെ പല കളർ ഉണ്ട്. ഞാൻ ഫോട്ടോ ഷെയർ ചെയ്തു. മാം ഒരു മാം ഡൗട്ട് ഇത് ചോദിച്ചോട്ടെ? കണ്ടോ, ഈ ഇങ്ങനെ കാർഡ്ബോർഡ് കളറിംഗ് നമ്മുടെ പേപ്പറിന്റെ ഒരു ബണ്ടിൽ മേടിച്ചാൽ നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ട്. റേറ്റും കുറവായിരിക്കും താരതമ്യേന. ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്, ഇല്ലാത്ത കളറുകൾ വാങ്ങിച്ചാൽ മതി കേട്ടോ. ഇനി ഇല്ലാത്ത കളർ മേടിച്ചാൽ മതി. റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ വൈറ്റ് പോലത്തത്, പിങ്ക്. അങ്ങനെ ഇതില് 2-3 കളർ ഡിഫറെന്റ് ടൈപ്പ് കളർ പേപ്പർ ഉണ്ട്. ഇത് ഞാൻ മേടിച്ചതാ. ഇത് ഒന്നിച്ച് വാങ്ങുമ്പോ റേറ്റ് കുറവാണ്. ഒന്നിച്ചൊരു ബണ്ടിൽ വാങ്ങുമ്പോ ഇത് എനിക്ക് 3.something റിയാലിന് കിട്ടിയതാ. 3.5 റിയാലിനോ അങ്ങനെ എത്രയോ കിട്ടിയതാ. നാട്ടിൽ ഏകദേശം 70 റുപ്യയോ 80 റുപ്യയോ ഓക്കെയാ. ഈ കാർഡ്ബോർഡ് നമ്മൾ നമ്മുടെ വിരലിന്റെ അത്രയുള്ളൊരു ഷേപ്പ് അത്രയും ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്താൽ പോരെ? മതി മതി. കുട്ടികൾക്കൊന്ന് പിടിച്ച് ഹോൾഡ് ചെയ്ത് നോക്കാൻ പറ്റണം. ഇവിടെ വേറെ കളറിംഗ് ബോക്സ് പിങ്ക് കളറോ? ഗ്രേ ഒന്നും കിട്ടില്ലല്ലോ. പിങ്ക് കളർ പിങ്ക് ടവർ പിങ്ക് ടവർ ഒക്കെ ആയില്ലല്ലോടാ. അത് എത്ര എണ്ണം വേണം ശരിക്കും? ഒരു ബോക്സ് മിസ്സായി. കൊറേ നാളെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടേ, അപ്പൊ ഇത് കാണിക്കാൻ എനിക്ക് പറ്റില്ല. 10 ക്യൂബ്സ് ആണ് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 1 സെന്റിമീറ്റർ ഡിഫറൻസിൽ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്, കുറഞ്ഞോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് മോൻ ഗൂഗിളിലോ യൂട്യൂബിലോ നോക്ക്. പിങ്ക് ടവർ എങ്ങനെ മേക്ക് ചെയ്യാം, കാർഡ്ബോർഡ് ബോക്സിലോ ചെയ്യാൻ പറ്റും, നോക്കിയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം പെർഫെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ ചാർട്ടിലാണ് ചെയ്യേണ്ടത്, ശരിക്കും വുഡനിൽ ചെയ്യേണ്ടതാണ്. നമുക്കത് വുഡൻ അഫോർഡബിൾ അല്ല. എന്നാൽ പോലും പിങ്ക് ടവർ ചെയ്യുമ്പോൾ സൈൻസ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിർബന്ധമില്ല കേട്ടോ. പിങ്ക് ടവർ എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പോ നിർബന്ധമില്ല, എന്നാലും ചെയ്ത് നോക്കിയതുകൊണ്ട് നന്നായിട്ട് ചെയ്ത് നോക്കാൻ എടുത്ത ഇന്റൻഷൻ നല്ലതാണ്. അത് പെർഫെക്റ്റ് ആയാലേ അതിന്റെ ഒരു എന്താ പറയുക ആ ഒരു കറക്റ്റ് രീതിയിലേക്ക് വരുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇവ മാക്സിമം നമ്മൾ ബോക്സ് കാർഡ്ബോർഡ് ഒക്കെ യൂസ് ചെയ്താലും ആ 10 സെന്റിമീറ്റർ ഡിഫറൻസ് നമുക്ക് കിട്ടണമെന്നില്ല. ഈക്വൽ ക്യൂബ് ആയിരിക്കണോ അല്ലേ? അത് സൈസ് മാത്രം ഡിഫറെന്റ് ആയിരിക്കണം അല്ലേ? ഡിക്രീസിംഗ് ആണ്. മുകളിലോട്ട് പോകുന്നതോറും 1 സെന്റിമീറ്റർ കുറഞ്ഞ് ലാസ്റ്റ് 1 സെന്റിമീറ്റർ ആണ്. 10, 9, 8, 7, 6, 4, 5, 4, 6, 3, 2, 1 അങ്ങനെ എല്ലാ സൈഡും ഒരേപോലെ ആയിരിക്കണം. 4 ക്യൂബ് ആണല്ലോ, അപ്പൊ എല്ലാ സൈഡും ഇങ്ങനെ ആയിരിക്കണം, ഈക്വലി ഒരേപോലെ തന്നെ ആയിരിക്കണം. ഓക്കെ, ഡാർക്ക് ഗ്രീൻ അല്ലേ? എന്താണ് ഗ്രീൻ കളർ വരുമ്പോ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ അല്ലേ വരുന്നത്? കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാ കളറും ഇവിടെ ഇല്ല. സ്ക്രീൻഷോട്ട് എടുത്ത് ക്ലിയർ ആണല്ലോ കളറിംഗ് ബോക്സ്? നെക്സ്റ്റ് വീക്ക് ഓക്കെ ആണോ? അത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ജൂലൈ 1 കേട്ടോ. മാം ജൂലൈ 1 മോഡൽ എക്സാമാ? അല്ലല്ല, ആണോ ചോദിച്ചതല്ല അല്ലേ? ടൈം ടേബിൾ വന്നില്ല. ടേം എക്സാം ഉണ്ടെന്ന് മാത്രം അറിഞ്ഞു. ജൂലൈ 1 ആണെന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു, ഉടനെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എപ്പോ വേണം പ്രതീക്ഷിക്കാമെന്ന് ഓൾഡ് ടീച്ചേഴ്സ് പറയുന്നുണ്ട്. സൈക്കോളജി കഴിഞ്ഞു.
കഴിഞ്ഞു ന്യൂട്രീഷനും ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ പിന്നെ ചൈൽഡ് സൈക്കോളജി ആൻഡ് ഡെവലപ്മെന്റ് ആ പോർഷൻ ഏതാണ്ട് മൊത്തം നീഡ്സ് അല്ലേ ഇപ്പൊ മാം എടുക്കുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഉണ്ടെന്ന് തോന്നുന്നു മാം അല്ലെ, പെൻഡിങ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ട് കേട്ടോ. എഡ്യൂക്കേഷൻ സൈക്കോളജി കഴിഞ്ഞാലേ മോഡൽ എക്സാം വരുള്ളൂ കേട്ടോ. എടാ മോഡൽ എക്സാം മറ്റേ നമ്മളെ മോക്ക് ടെസ്റ്റ് പോലെ വരിക അല്ല അല്ലേ? മോക്ക് ടെസ്റ്റിനേക്കാൾ ടഫായിരിക്കും. അല്ല മാം, ഏകദേശം അതുപോലെയാണോ വരിക? മറ്റേ ഇട്ടിട്ട് അങ്ങനെയല്ല, അത് നമ്മളിങ്ങനെ ലൈവ് ക്ലാസ്സിൽ വരുന്ന പോലെയാണോ വരിക? അത് നമ്മൾ ക്ലാസ്സിൽ ലൈവ് അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ പറയാം കേട്ടോ. ഓക്കെ. അല്ല മാം, എനിക്ക് വന്ന് ജോലി കിട്ടിയിട്ടുണ്ട്. ടീച്ചറായിട്ടല്ല, മറ്റേ ഐഫോണിന്റെ കമ്പനിയിൽ CRE ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഞാൻ മറ്റന്നാൾ ജോയിൻ ചെയ്യും. നൈറ്റ് ആയിരിക്കുമോ? എന്ത് മാം? എക്സാം നൈറ്റ് ആയിരിക്കും. നൈറ്റ് ആയിരിക്കില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് രാവിലെ 10 to 7 ആയിരുന്നേ. അപ്പൊ ഈ എക്സാം എങ്ങനെയാണെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള ടെൻഷൻ ആയിരുന്നു. നിങ്ങൾ പറഞ്ഞാൽ മതി, എല്ലാരും വർക്കിംഗ് ആണ്. നൈറ്റ് ആണ് ഇപ്പൊ എക്സാം എല്ലാം കണ്ടക്ട് ചെയ്യണേ കേട്ടോ. സൈൻ ഔട്ട് പറഞ്ഞോ കേട്ടോ. ചെലവ് വേണട്ടോ മനുഷ്യ. തരാം. ഓക്കെ, സൈൻ ഔട്ട് പറഞ്ഞോ കേട്ടോ. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്നലെ ഇവിടെ ഖത്തറില് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. പക്ഷെ ഈ ഗ്രൂപ്പില് ഞാൻ കുറേ ആൾക്കാര് അന്വേഷിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പം ഭയങ്കര സന്തോഷം. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മളെ കുറിച്ചിട്ട് ആർക്കെങ്കിലും വേവലാതി ഉള്ളത് കൊണ്ടായിരിക്കും ഇവർ ഇത്രയും മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക. അപ്പൊ അത് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. ഇത്രയും നല്ല ഫ്രണ്ട്സിനാ ഇതിന്ന് കിട്ടിയല്ലോ വിചാരിച്ചിട്ട്. ഇവിടെ മിസൈലിന്റെ ഇഷ്യൂ വന്നല്ലോ, അപ്പൊ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ട്. ഐഷക്കുട്ടി ഇങ്ങോട്ട് മറന്നു, സോറി കേട്ടോ. എന്ത്? ഓക്കെ, എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. ചോദിച്ചിട്ട് അറിഞ്ഞില്ല. ഇപ്പൊ ഒക്കെ സേഫ് ആണ്, ഒന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇന്നലെ രാത്രി എല്ലാവരും ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ മിസൈല് വരുന്നതും ഇത് ഡിഫ്യൂസ് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോ നമുക്ക് ഭയങ്കര സൗണ്ട് ഒക്കെ ആയിരുന്നു, പൊട്ടുന്ന ഒച്ച മൊത്തത്തിൽ. പക്ഷെ ഇങ്ങനെ കുറെ ആള് മെസ്സേജ് അയച്ചു കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. താങ്ക് യു. ഓക്കെ, സൈൻ ഔട്ട് പറഞ്ഞോ കേട്ടോ. അറിയില്ല. ഓക്കെ, എന്തിപ്പോ സൈൻ ഔട്ട് സൈനൊന്നും ഇല്ലാത്ത? പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല മാം, അതാണ് എങ്ങനെയൊക്കെയോ കയറുന്നത്. ഓക്കെ, വളരെ കുഴപ്പമില്ല. അപ്പം താങ്ക് യു. ഞാൻ ക്ലാസ് വൈകിട്ടൊക്കെയാണ്. നെക്സ്റ്റ് വീക്കോട് കൂടി ആ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. കളറിംഗ് ബോക്സ് കംപ്ലീറ്റ് ചെയ്യാൻ താങ്ക് യു.